Sheila ma'am? വളരെ നന്നായിരുന്നു, നന്നായി പാടി. ശബ്ദത്തിന് ഒരു നല്ല റിച്ച്നെസ് ഉണ്ട് പാടുമ്പോഴേ. നല്ല ശബ്ദം, വളരെ നല്ല ശബ്ദമാണ്. അത് വന്ന് ആത്മാവാണോ ഇങ്ങനെ വന്ന് വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വന്നത്? അത് ശരി, ആത്മാവുമ്പോ വെള്ള വസ്ത്രം ഇടണമല്ലോ. അത് ശരി, അത് നന്നായിരുന്നു കേട്ടോ. വന്ന് ആ കൊച്ചും വളരെ നന്നായി അഭിനയിച്ചു. നന്നായിരുന്നു കൊച്ചിന്റെ അഭിനയം. തല ആട്ടി 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 കുറേ നേരം തല ആട്ടി. വേദനിച്ചോ? തല വേദനിച്ചു മോളെ? തല വേദനിച്ചോ? ആ പല്ലൊക്കെ എന്ത് പറ്റി? എന്താ പല്ലവിടെ കാക്ക കൊണ്ടുപോയോ? പേരെന്താ? റോഷ്ന. ഓ വയസ്സ്. അച്ഛനമ്മയൊക്കെ നന്നായിരുന്നു, നല്ല അഭിനയായിരുന്നു. ഇവിടെ പറയാനുണ്ട്. ഇപ്പൊ ഏത് കുട്ടികളെ കാണെങ്കിലും ശരി, അവരുടെ അച്ഛനമ്മ പാടുന്ന പാട്ട് വലിയ കാര്യമായിരിക്കും അല്ലെ? ചെറുപ്പം മുതൽ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ ഒരാൾക്ക് എന്റെ പാട്ട് വലിയ ഇഷ്ടാ. ആരെ? എന്റെ മോന്. ചെറുപ്പത്തില് ഞാൻ പാടി ഉറക്കും. അപ്പോ എന്റെ പാട്ട് കേട്ട ഉടനെ അവൻ അങ്ങനെ കരച്ചിലൊക്കെ നിർത്തി. തൊട്ടിലിട്ടിങ്ങനെ ആട്ടില്ലേ, അപ്പൊ അവന് ഇഷ്ടം ഈ സാരി കൊണ്ടൊരു തൊട്ടിൽ കെട്ടും. അപ്പൊ അതിലിട്ട് ആട്ടുന്നാണ് വലിയ ഇഷ്ടം. അപ്പൊ ഞാൻ പാടിയ ഉടനെ കരച്ചിലൊക്കെ നിൽക്കും. പാട്ട് നിർത്തി ഉടനെ കരയാൻ തുടങ്ങും. അപ്പൊ ഈ ലോകത്ത് ഒരാളെങ്കിലും എന്നെ ഉണ്ടല്ലോ എന്റെ പാട്ട് കേൾക്കാൻ. അതുപോലെ പാട്ട് അച്ഛനും മക്കളുമായിട്ടുള്ള ഈ സീൻ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ചിത്ര ചേച്ചി. ആര്യ ചേച്ചി, നല്ലൊരു പാട്ട്, സോങ് സെലക്ഷൻ ഇതെല്ലാം നല്ലതായിട്ട് ചെയ്തു കേട്ടെ എല്ലാരും. കൊച്ചുമോളടക്കം കേട്ടോ, മോള് നന്നായിരുന്നു കേട്ടാ. ആര്യന്ന് പാടിയത് നല്ല എന്താ പാട്ടിന്റെ ഭാവമൊക്കെ നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ആകെ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്കൊരു വിഷമം തോന്നിയുള്ളൂ. എല്ലാ 2 ബാർ കൂടുമ്പോ ആര്യം മുറിച്ചുകൊണ്ടിരുന്നു ത്രൂ ഔട്ട് ദ സോങ്. ഒരു വരി പോലും മുറിക്കാണ്ട് പാടിയില്ല അല്ലെ? എന്തെന്ത് ശ്വാസം മുട്ടലുണ്ടായിരുന്നോ ചേച്ചി? എനിക്കിവിടെ വേദനയുണ്ട്, അത് ഭയങ്കരമായിട്ട് കൺജഷൻ ഉണ്ട്. ശരി, ഞാൻ ആകെ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ശ്വാസം, ബ്രെത്ത് കൺട്രോൾ ഇംപ്രൂവ് ചെയ്യണം. ആ ഒരു ശ്വാസം നല്ലോണം നീട്ടിപ്പിടിക്കാനുള്ള യോഗ പറഞ്ഞു നോക്കൂ സാറിനോടൊരു രൂപേഷിനോട് പറഞ്ഞിട്ട് അതൊന്ന് ഇംപ്രൂവ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ചേച്ചി. നന്നായിരുന്നു കേട്ടോ, വെരി ഗുഡ്. അതായത് വളരെ ഇമോഷണൽ ആയിരുന്നു. കാരണം ഈ പാട്ട് സാധാരണ റേഡിയോയിലും പടത്തിലും ഒക്കെ കാണുമ്പോൾ എനിക്ക് വലിയൊരു ഇത് തോന്നാറില്ല. പക്ഷെ ഇത് പെട്ടെന്ന് ആര്യാനന്ദ് ഇവിടെ പാടിയപ്പോഴത്തേക്ക് എന്തോ ഒരു മാറ്റം, ഒരു ചേഞ്ച്. കാരണം വല്ലാത്തൊരു ഫീലിംഗ് തോന്നി. എന്റെ അടുത്തിരിക്കുന്ന അമ്മ വാവിട്ട് കരയായിരുന്നു. അപ്പം ദാറ്റ് മീൻസ് യു ഹാവ് ക്രിയേറ്റഡ് ആൻ ഇമ്പാക്ട് ഓൾ ദ ഓഡിയൻസ്. അതാണ് എന്റെ ഒരു ഭയങ്കര സംഭവം. ഒന്ന്. രണ്ടാമത് കുറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇതിനകത്ത്. അതും കൂടെ വൃത്തിയായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ എന്തായാലും യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ആര്യ സാർ, നന്നായിരുന്നു ആര്യ. ഇങ്ങനെ കുനിഞ്ഞു നിന്ന് പാടേണ്ടി വന്നതിന്റെ ഒരു കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായി സാർ. പക്ഷെ ആ കുഞ്ഞുണ്ടോ അറിയുന്നു, കുനിഞ്ഞ ശബ്ദം വരത്തില്ലെന്ന്. ആര്യയുടെ ഞരമ്പൊക്കെ തെല്ലി. അത് കുഴപ്പമില്ല, ഈ ഒരു സ്ട്രെയിനാ തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം കെട്ടായി. ചേച്ചി പറഞ്ഞു, ഇനി ഇമാതിരി തീമുകൾ കൊണ്ടുവന്നാല് ഇനി ജഡ്ജായിട്ടിരിക്കാൻ വരത്തില്ല. ചേച്ചി കരഞ്ഞു വയ്യ. അത് കാര്യം ചേച്ചി ആയതുകൊണ്ടല്ല കരയുന്നത്, ഒരമ്മ ആയതുകൊണ്ടാണ് സാർ. ഏതൊക്കെ രൂപത്തിൽ പാര വെച്ചാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. ചേച്ചി അമ്മയ്ക്ക് ആരെങ്കിലും പാര വെക്കൂ? ഇതെന്തോന്ന് വെറുതെ ഇരിക്കുന്ന എന്നെ പിടിച്ച് കരഞ്ഞു എന്നൊക്കെ പറയേണ്ട കാര്യമല്ല ചേച്ചി. എന്നാ സംഗീതം കൊണ്ട് ആണയിട്, കരഞ്ഞില്ലെന്ന് പറ്റുമോ? ഒരു കർച്ചീഫിൽ ഇങ്ങനെ എടുത്തത് എന്താണ്? കണ്ണൊക്കെ നിറഞ്ഞു, അത് മാത്രം അറിയാം. അറിഞ്ഞിട്ടില്ല, കണ്ണ് നിറഞ്ഞ്. അപ്പൊ എന്തൊക്കെയാലും ചേച്ചിയെ കരയിപ്പിച്ചതിന് കുറച്ച് വിഷമമുണ്ട്. ഉദ്ദേശിച്ചല്ല സാർ, ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല ചെയ്ത്. അമ്മ മനസ്സിനെ കരയിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ്. എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ, നമുക്ക് മാർക്സിലേക്ക് നോക്കാം. ശ്രീയർ out of 30. 23. താങ്ക് യു ചിത്ര ചേച്ചി. 22. 22. ഷീലാമ. Out of 10, 8. 8. ശരത് സർ. 23 മോനെ.
23, 68 plus 8, 76. 76 മാർക്സ് ആണ് ആര്യയുടെ ഈ ഫാമിലി ടീം റൗണ്ടിന് ജഡ്ജസ് നൽകിയത്. ദയവായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ SMS അയക്കണം.